സങ്കീർത്തനങ്ങൾ അധ്യായം 83. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എന്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. ദൈവമേ, നിനക്ക് സദൃശ്യൻ ആരാകുന്നു? നീ മൗനമായും അടങ്ങിയും ഇരിക്കരുതേ. കണ്ടാലും നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു, നിന്നെ പകയ്ക്കുന്നവർ തലയുയർത്തിയിരിക്കുന്നു. അവർ നിന്റെ ജനത്തിനു വിരോധമായി അവരുടെ കൗശലത്താൽ രഹസ്യം പറഞ്ഞ് നിന്റെ ശുദ്ധിമാന്മാർക്ക് വിരോധമായി ആലോചിച്ചു. വരുവിൻ, അവർ ഒരു ജനമായിരിക്കാതെ വണ്ണം അവരെ നമുക്ക് നശിപ്പിക്കാം. ഇനി ഇസ്രായേൽ എന്ന നാമം ഓർക്കപ്പെടുകയുമരുത് എന്ന് അവർ പറഞ്ഞു. എന്തെന്നാൽ അവർ ഏക മനസ്സായി ആലോചിച്ച് നിനക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കി. ആദോമിന്റെയും അറബിക്കാരുടെയും മോവാബിന്റെയും ഗദ്രായക്കാരുടെയും കൂടാരവും അമ്മോന്റെയും അമാലോക്കിന്റെയും സൂർ നിവാസികളുടെയും ഫെലിസ്ത്യന്റെയും അതിർത്തിയും തന്നെ. അസ്രിയായും അവരോട് യോജിച്ച് ലോകത്തിന്റെ മക്കൾക്ക് സഹായികളായി തീർന്നു. നീ അവരെ മിദിയാനയെ പോലെയും നിസ്രായെ പോലെയും കീശോൻ സമതലത്തിൽ വച്ച് യാബീനെ പോലെയും ആക്കണമേ. അവർ ഇൻദോറിൽ വച്ച് നശിച്ചു നിലത്തിനു വളമായി തീർന്നു. നീ അവരെയും അവരുടെ സകല അധികാരികളെയും ഊരീബിനെയും സീബിനെയും സോബാഹിനെയും സന്നായെയും പോലെ വെട്ടി നശിപ്പിക്കണമേ. എന്തെന്നാൽ നാം ദൈവത്തിന്റെ പട്ടണത്തെ നമുക്ക് അവകാശമാക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നു. ദൈവമേ, നീ അവരെ വണ്ടിച്ചക്രം പോലെയും കാറ്റിനു മുൻപിൽ കരട് പോലെയും കാട്ടിൽ വയ്ക്കുന്ന അഗ്നി പോലെയും പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല പോലെയും ആക്കണമേ. ഇപ്രകാരം നിന്റെ ചുഴലിക്കാറ്റുകൊണ്ട് അവരെ പീഡിപ്പിച്ച് നിന്റെ കൊടുങ്കാറ്റുകൊണ്ട് അവരെ ഭ്രമിപ്പിക്കണമേ. കർത്താവേ, അവർ നിന്റെ തിരുനാമം അന്വേഷിക്കേണ്ടതിന് ലജ്ജ കൊണ്ടവരുടെ മുഖങ്ങൾ നിറയ്ക്കണമേ. അവർ എന്നേക്കും നാണിച്ച് ഭ്രമിച്ച് ലജ്ജിച്ച് നശിക്കട്ടെ. കർത്താവെന്ന തിരുനാമമുള്ള നീ മാത്രം സർവഭൂമിയിലും അത്യുന്നതനെന്ന് അവർ അറിയട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ